മഴ പെയ്യാനുള്ള പ്രാർത്ഥന. ക്രമത്തോടുകൂടി സകലത്തെയും നടത്തി വരുന്ന സർവേശ്വര, ഞങ്ങൾ ജീവിക്കുന്നതിനും നടക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കാരണമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടുവോളം മഴ ലഭിക്കുന്നതിനും നവധാന്യങ്ങൾ ധാരാളമായി വിളയുന്നതിനും കൃപ ചെയ്തരുളണമേ. മഴയുടെ പ്രത്യേക മധ്യസ്ഥനായ ഏലിയ ദീർഘദർശിയെ പൂർവ്വകാലത്തിൽ അക്കാബ് തമ്പുരാൻ്റെ കഠിനതരങ്ങളായ പാപങ്ങൾ നിമിത്തം ദൈവകോപം ഭൂമിയിൽ ഇറങ്ങുകയും 3 വർഷം ഭൂമിയിൽ മഴ പെയ്യാതിരിക്കുകയും തന്നിമിത്തം ഭൂമി വരണ്ടുണങ്ങി പുല്ലുപുഷ്പാദികളും വൃക്ഷലതാദികളും കൃഷികളും ഫലമൂലാദികളും എല്ലാം ഉണങ്ങിയും വരണ്ടും നശിച്ചും പോകുന്നത് കണ്ടപ്പോൾ അവിടുന്ന് കർമ്മലഗിരി ശിഖരത്തിൽ കയറി ദൈവകോപം ശമിക്കുന്നതിനായി ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അത്ഭുതമഴ വർഷിക്കപ്പെടുകയും ഭൂമിയെ നനയിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്തുവല്ലോ. ദൈവസ്നേഹം കൊണ്ടും പരസ്നേഹം കൊണ്ടും ഉജ്ജ്വലിച്ച ഞങ്ങളുടെ പിതാവേ ഏലിയ ദീർഘദർശിയെ, ഞങ്ങളുടെ പലവിധ പാപങ്ങൾ നിമിത്തം ദൈവകോപം ഇപ്പോൾ ഞങ്ങളുടെ ഈ ഭൂമിയിൽ ഇറങ്ങി ഭൂമിയെ ഉണക്കുകയും പുല്ലുപുഷ്പാദികളെയും വൃക്ഷലതാദികളെയും കൃഷികളെയും ഉണക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവല്ലോ. മുൻപൊരിക്കൽ അവിടുത്തെ മധ്യസ്ഥം മൂലം ദൈവകോപം ശമിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടുത്തെ മാധ്യസ്ഥം മൂലം ദൈവകോപം ശമിപ്പിക്കപ്പെടുകയും ഞങ്ങൾക്ക് ധാരാളം മഴ വർഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഏലിയായുടെ മാധ്യസ്ഥം മൂലം ഒരിക്കൽ ഇസ്രായേൽ രാജ്യത്തെ അവിടുന്ന് മഴ പെയ്യിച്ചതുപോലെ ഇപ്പോൾ അയാളുടെ മാധ്യസ്ഥം വഴിയായി ഇവിടെ മഴ പെയ്യിക്കണമേ. കാർമേഘങ്ങൾക്കുള്ളിൽ നിന്ന് കർമ്മല മലയിൽ വെച്ച് ഏലിയ ദീർഘദർശിക്ക് പ്രത്യക്ഷപ്പെട്ട കർമ്മലനാഥേ, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ധാരാളം മഴ പെയ്യിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.